ഹലോ, വെൽക്കം ബാക്ക് ലിപ്പി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയ പെർഫ്യൂം ഹോൾ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോബേഴ്സ് ബീച്ച് പ്ലേസ് ബോഡി മിസ്റ്റ് വിത്ത് ഹൈലോണിക് ആസിഡ് ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡ്. ഇതിൻ്റെ ഒരു സ്മെൽ എന്ന് വെച്ചാൽ ഒരു ബീച്ചി ഫ്രാഗ്രൻസ് ആണ്. ബീച്ചി ഫ്രാഗ്രൻസ് ആണ്. നമുക്ക് ബോഡി മിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു പങ്ജൻ സ്മെൽ, ഒരു സിട്രസ് ആൻഡ് കോക്കനട്ട് മിക്സ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒറിജിനൽ പ്രൈസ് 555 ആണ്, ബട്ട് നല്ല ഡിസ്കൗണ്ടിലാണ് എനിക്ക് കിട്ടിയത്. അണ്ടർ ആം റോൾ ഓൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അണ്ടർ ആം സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം, ഓൾ ഓവർ ദി ബോഡി നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു കൂൾ ഫ്രാഗ്രൻസ് ആണ്. ഇതിന് യൂണിസെക്സ് പെർഫ്യൂമാണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് അലോവേറ ജ്യൂസ്, കോക്കനട്ട് ഫ്രൂട്ട് എക്സ്ട്രാക്ട്, ഗ്ലിസറിൻ, ഗ്ലൈക്കോളിക് ആസിഡ്, ഇതൊക്കെയാണ് പറയുന്നത്. കുഴപ്പമില്ലാത്ത കുറച്ച് പങ്ക്ജൻ സ്മെൽ ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആദ്യം എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ കോക്കനട്ട് ഫ്രാഗ്രൻസ് ഇതിനേക്കാളും അതായിരുന്നു പ്രതീക്ഷിച്ചത്. ബട്ട് ഇതിൽ നമുക്കൊരു ഗ്ലിസറിൻ്റെ ഇഫക്റ്റാണ് അധികം വരുന്നത്. സോ ബോഡി മിസ്റ്റിനേക്കാളും ബോഡി മിസ്റ്റിന് എത്ര ലോങ് ലാസ്റ്റിംഗ് ഉണ്ടോ അതിനേക്കാളും കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ മോഡിയുടെ ബോഡി മിസ്റ്റ്. നല്ലൊരു അഫോർഡബിൾ റേറ്റിലുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു പെർഫ്യൂം സെറ്റാണ്. ഇത് എം കഫേൻ്റെ ഒരു ലേഡീസ് പെർഫ്യൂം സെറ്റാണ്. ഇതിൽ 4 ഉണ്ട്, ഈച്ച് 20 ml. സോ ഇത് നല്ല കൂളായിട്ടുള്ള പെർഫ്യൂം ഉണ്ട്. ഒന്ന് വാനില മ്യൂസ്, സീക്രട്ട് ഗാർഡൻ, ചെറി വൈൻ, ആൻഡ് സ്വീറ്റ് സിലക്ഷൻ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാനില ആൻഡ് സ്വീറ്റ് സിലക്ഷൻ ഇതാണ്. സോ ഇതിൽ വാനില എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ ഇതിലൊരു ഐസ്ക്രീം, വാനില, ഹേസൽനട്ട്, റം, ഇതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇതിൽ ഹാർട്ട് നോട്ട്സ് അങ്ങനെ സെപ്പറേറ്റ് പറയാൻ എനിക്ക് കിട്ടുന്നില്ല. ഒരു വാനില ഒരു സ്മെല്ല് വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു റം, അങ്ങനെ ചോക്ലേറ്റ്, അങ്ങനത്തെ ഒരു സ്മെല്ല് അതിൽ വരുന്നത്. നല്ലൊരു, ബട്ട് ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല ഈ ഒരു സംഭവം. 20 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സീക്രട്ട് ഗാർഡൻ എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര നമ്മളുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്ന ഒരു സ്മെല്ല്. ഈ തലവേദന, ഹെഡേക്കൊക്കെ ഉള്ളവർ ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊരു ഫ്രഷ് ഫ്ലോറൽ ഡ്രീമി, ഇതാണ് ഇവർ പറയുന്നത്. ബട്ട് ഇത് ഫ്ലോറൽ ആൻഡ് സിട്രസി സ്മെല്ലാണ് എനിക്ക് വരുന്നത്. ബട്ട് കുറച്ച് നല്ല പങ്ക്ജൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല സീക്രട്ട് ഗാർഡൻ, എന്നാലും പ്രോബ്ലം ഇല്ല. ഒരു റോസിൻ്റെ ഫ്രാഗ്രൻസും കൂടെ ഇതിന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ചെറി വൈൻ, വിൻറ്റേജ്, എലഗൻ്റ് ആൻഡ് സിൻഫുൾ. അപ്പോൾ ഈ ചെറി വൈൻ എന്ന് പറഞ്ഞത് ഓക്കെ, ഇത് കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ജെൻസിന് യൂസ് ചെയ്യാം, ജെൻസിനും ലേഡീസിനും ഒരേപോലെ യൂസ് ചെയ്യാം. പക്ഷെ ലേഡീസ് പെർഫ്യൂം എന്നാണ് പറയുന്നത്. ഈ പാർട്ടീസിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൽ സിട്രസിയാണ് അധികം വരുന്നത്. എന്നാൽ സീക്രട്ട് ഗാർഡൻ്റെ അത്ര പങ്ക്ജൻ്റ് അല്ല, എന്നാലും ഒരു സിട്രസി, ഒരു സ്ട്രോങ് സ്മെല്ലാണ്. കുഴപ്പമില്ല, നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാം. എൻ്റെ ഒരുപാട് സെറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഡേ ടൈമിൽ പറ്റുന്നത് വാനില മ്യൂസ് മാത്രം ഡേ ടൈമിൽ ഇപ്പം ഇതുവരെ പറ്റുന്നുള്ളൂ. നെക്സ്റ്റ് വൺ വന്നിട്ട് സ്വീറ്റ് സിഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു നട്ടി, ഒരു പിസ്താച്ചിയോ അങ്ങനത്തെ ഒരു പെർഫ്യൂം. സ്വീറ്റ് ആയിട്ടുള്ള, കുറച്ച് സട്ടിലായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് സ്വീറ്റ് സിഡക്ഷൻ. ഇത് ഡേ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം. ലേഡീസിനൊക്കെ ഇഷ്ടമാകുന്നതാണ്. ഒത്തിരി സ്ട്രോങ് അല്ല,
പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മണമാണ്. ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് നേരമൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങൾ ബോഡി ലോഷൻ അപ്ലൈ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യണം, കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഐ ഗോട്ട് ഇറ്റ് ഫോർ 399. ബട്ട് ഇത് സൈറ്റിൽ കുറച്ചും കൂടെ തോന്നും. നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടൊക്കെ ഉള്ളപ്പോൾ വാങ്ങി നോക്കാവുന്നതാണ്. കുറേ ലക്ഷൂറിയസ് ഫ്രാഗ്രൻസിൻ്റെ ഡ്യൂപ്പാണ്, ബട്ട് ഏതിൻ്റെയാണെന്ന് എനിക്കറിയില്ല. കാരണം ആ ഫ്രാഗ്രൻസ് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റും. സോ അഫോർഡബിൾ റേറ്റിൽ ഇത് അപ്പം നെക്സ്റ്റ് പെർഫ്യൂം എന്ന് പറയുന്നത് വിപ്ഡ് എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്. ഇത് സ്റ്റുഡിയോ വെസ്റ്റിൻ്റെ ഒരു പെർഫ്യൂമാണ്. ഇതിന് ശരിക്കും എനിക്ക് തോന്നുന്നു 30 ml ഉണ്ട്. 295 rupees ആണ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്, ടാറ്റ ക്ലിക്ക് എന്ന് പറഞ്ഞ സൈറ്റിൽ. അപ്പം ഇത് എനിക്ക് ജസ്റ്റ് വാണ്ട് എ സ്മെൽ ഓഫ് വാനില ആൻഡ് പിസ്താഷ്യോ, അങ്ങനെ ഒരു ഗോമാണ്ട് ഒരു ഫ്രാഗ്രൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതാണ്. നല്ലൊരു ഫ്രാഗ്രൻസ്. ഓക്കെ, ഇത് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. ഇതിന്റെ ബേസ് നോട്ട്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ബട്ടർ ആൻഡ് മിൽക്ക് ആണ്. മിഡിൽ നോട്ട്സ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വൈറ്റ് ചോക്ലേറ്റ് ആണ്, മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ബേസ് നോട്ട്സ് എന്ന് പറയുമ്പോൾ വിപ്ഡ് ക്രീം, ബട്ടർ ആൻഡ് മിൽക്ക്, അതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ സ്മെല്ല് മെയിനായിട്ട് ഒരു ഫുഡിൻ്റെ സ്മെല്ലാണ് വരുന്നത്. സോ ഇങ്ങനത്തെ ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം. അത് യൂണിസെക്സ് പെർഫ്യൂമാണ്, ജെൻസിനും ലേഡീസിനും ഒരുപോലെ വാങ്ങാവുന്ന ഒരു പെർഫ്യൂമാണ് ഈ വിപ്ഡ് എന്ന് പറയുന്നത്. അധികം കോസ്റ്റ്ലി അല്ല. ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലോത്ത്സിൽ അടിച്ച ഒരു 4 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ബോഡിയിൽ അടിക്കുമ്പോൾ മാക്സിമം ഒരു 2 അത്രയേ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോഡി ലോഷൻ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മേലെ ഇത് അടിക്കുകയാണ് കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ആവും. എസ്പെഷ്യലി ചില പെർഫ്യൂംസ് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ലൈ ദ ബോഡി ലോഷൻ ആൻഡ് അതിന്റെ ടോപ്പിലായിട്ട് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെർഫ്യൂം ലോങ് ലാസ്റ്റ് ആയിട്ട് കിട്ടും. ഇതൊരു ടിപ്പാണ്, ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. നെക്സ്റ്റ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ നമ്മുടെ ബെല്ലാവിറ്റയുടെ സിഒ വിമൻ എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്. ബെല്ലാവിറ്റയുടെ സിഒ വുമൺ എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്. ഞാന് ഇതിന്റെ ഒരു ഫുൾ സാമ്പിൾ പെർഫ്യൂംസ് എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. ഇതിന്റെ ഒരു ഫുൾ വീഡിയോ എടുത്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സാമ്പിൾ. അപ്പൊ അതിലെനിക്ക് ഞാൻ സിഒ വിമൻ ആണ് എടുത്തത്. സിഒ വിമന്റെ സാമ്പിൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബട്ട് എനിക്ക് സിഒ പെർഫ്യൂം ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ സിഒ വുമൺ എടുത്തു. അപ്പൊ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ആ ഒരു ഫ്രാഗ്രൻസ് അല്ല, സിഒ ജെൻസിന്റെ ഫ്രാഗ്രൻസ് അല്ല സിഒ വുമൺ. ഇത് ഒബ്വിയസ്ലി ഇതൊരു ജെൻസിന്റെ പെർഫ്യൂം ആയിട്ട് പോലെ തോന്നാം, ബട്ട് ഇതിനൊരു വേറെ ഒരു മണാണ്. ജസ്റ്റ് സ്പ്രേ ചെയ്ത് നോക്കാണ്. ഇത് ഒരു പ്യുവർ മാൻലി ഫ്രാഗ്രൻസ് പോലെയാണ് ഉള്ളത്, ബട്ട് ഇത് വിമന്റെ ആണ്. അപ്പോൾ ഇതിന്റെ ബേസ് നോട്ട്സ് എന്ന് പറയുമ്പോൾ പ്ലം, മസ്ക് ആൻഡ് യിലാങ് ലാങ്, അങ്ങനെ ഒരു ഇതാണ് ഇതിൽ പറയുന്നത്. കുറച്ച് സിട്രസി ആൻഡ് വാനില ബീൻ അതും കൂടെ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പെർഫ്യൂം എനിക്ക് തോന്നുന്നു ജെൻസിനും യൂസ് ചെയ്യാം, യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ് അവർ ലേഡീസിന് മാത്രമായിട്ട് ഈ പെർഫ്യൂം പറഞ്ഞത്? കുറച്ചും കൂടെ മാൻലി പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ലേഡീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ലോങ് ലാസ്റ്റിംഗ് ഒരുവിധമൊക്കെ നല്ലോണം ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. 4 to 5 hours ക്ലോത്ത്സിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ബോഡിയിൽ ഒരു മാക്സിമം ഒരു 2 to 3 hours ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, അഫോർഡബിൾ ആണ്. അണ്ടർ 600 നിങ്ങൾക്ക് ബെല്ലാവിറ്റയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കിട്ടും. പിന്നെ എല്ലാ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്രയിലൊക്കെ അവൈലബിൾ ആണ്, നൈക്കയിലും. എന്തായാലും ട്രൈ ചെയ്യാം. നെക്സ്റ്റ് 2 മിനി പെർഫ്യൂം ആണ്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ബെല്ലാവിറ്റയുടെ തന്നെയാണ്, ഗ്ലാം എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം, ലേഡീസ് പെർഫ്യൂം തന്നെയാണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഇതിനൊരു ജാസ്മിൻ സെന്റ് ആണ് വരുന്നത്. ജാസ്മിൻ ആൻഡ് റോസ് മിക്സ്ഡ് ആയിട്ട്.
ഇപ്പൊ നല്ലൊരു ഫ്ലോറൽ ജാസ്മിന്റെ സ്മെല്ലാണ് എടുത്തു വരുന്നത്. അതിന്റെ കൂടെ റോസ് നോട്ട്സും ഉണ്ട് ഇതില്. അതുപോലെ ഓറഞ്ച് പീൽ ആൻഡ് വാനില, ഇത്രയും നോട്ട്സ് ആണ് ഈ ഗ്ലാമിലുള്ളത്. ബട്ട് ഇതിൽ എടുത്തു നിൽക്കുന്ന ജാസ്മിൻ ആണ്, പിന്നെ റോസിന്റെ ഫ്രാഗ്രൻസ്. സോ അങ്ങനത്തെ ജാസ്മിന്റെ സ്മെൽ ഇഷ്ടമുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഗ്ലാം എന്ന് പറഞ്ഞ ബെല്ലാവിറ്റന്റെ ഗ്ലാം. ഇതിന്റെ 100 ml വലിയ ബോട്ടിലും അവൈലബിൾ ആണ്. 565 rupees ആണ്. നിങ്ങൾക്ക് ജാസ്മിന്റെ ഫ്രാഗ്രൻസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഹെഡ് ഏക്ക് ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ചെറിയതായിട്ട് ഒരു ഹെഡ് ഏക്ക് ഉണ്ടാക്കും. ഇങ്ങനത്തെ സ്ട്രോങ് സ്മെൽ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഹെഡ് ഏക്ക് ഉണ്ടാക്കും. അല്ലാത്തവർക്കാണെങ്കിൽ പ്രോബ്ലം ഇല്ല. ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലോറൽ പെർഫ്യൂമാണ്. അപ്പൊ നെക്സ്റ്റ് വൺ വന്നിട്ട് ഡേറ്റ് വുമൺ. ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. കുറച്ച് നല്ല ഇതില് എപ്പം നോക്കിയാലും ബെല്ലാവിറ്റ തുറക്കുമ്പോൾ തന്നെ ഈ ഡേറ്റ് പെർഫ്യൂം കാണാം. പിന്നെ ഓത് എന്ന് പറഞ്ഞിട്ട് പെർഫ്യൂം. അത് രണ്ടുമാണ് അധികം ലേഡീസിന്റെ കാണാം. ഇതിലും ജാസ്മിൻ ഫ്ലവർ തന്നെയാണ് വരുന്നത്. ബട്ട് അതിന്റെ കൂടെ പിങ്ക് പെപ്പർ ആൻഡ് മോസ്, ഈ രണ്ട് ഫ്രാഗ്രൻസും കൂടെ വരുന്നത്. ബട്ട് ഈ നേരത്തെ കാണിച്ച ഗ്ലാം എന്ന് പറഞ്ഞ പെർഫ്യൂമിലാണ് നിങ്ങൾക്ക് അധികം ജാസ്മിന്റെ സ്മെല്ല്. ഇതിനൊരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. അതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഫ്രൂട്ടി സ്മെല്ലും കൂടെ മിക്സ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഈവൻ ഡേറ്റ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഗ്ലാം പോലെ തന്നെയുള്ള നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. നെക്സ്റ്റ് പെർഫ്യൂമിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇതുവരെ ഉള്ള പെർഫ്യൂംസിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് പ്ലം ഇന്റെ ഓഡി പെർഫ്യൂം വാനില വൈബ്സ്. ഇത് എന്ന് വെച്ചാൽ ഒരു വാക്കിംഗ് ബേക്കറി ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇറ്റ്സ് എ സ്മെൽ ഓഫ് ഫ്രഷ്ലി ബേക്ഡ് കുക്കീസ് ഓർ കപ്പ് കേക്ക്സ്. അങ്ങനെ ഒരു സ്മെല്ലാണ്. ഒരു കപ്പ് കേക്കിന്റെ സ്മെല്ല്, ഒരു വാനില കപ്പ് കേക്കിന്റെ സ്മെല്ല്, ആൻഡ് ഓൾസോ വാനില ഐസ്ക്രീമിന്റെ അങ്ങനത്തെയൊക്കെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഒരിക്കലും തലവേദന ഒന്നും ഉണ്ടാക്കില്ല. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വെച്ചാൽ ഇതിൽ ക്ലോത്ത്സിൽ അടിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യാണ്ട് നിങ്ങൾ ചിലപ്പോൾ ക്ലോത്ത്സ് വെക്കാറില്ലേ, പുറത്തിടുന്ന ഒരു വട്ടമൊക്കെ ഇട്ടത്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അത് ഇടാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് സെയിം ഫ്രാഗ്രൻസ് തന്നെ ആ അടിച്ച ഭാഗത്ത് ഉണ്ടാവും. അതാണ് ഇതിന്റെ ലോങ് ലാസ്റ്റിംഗ് ഉള്ളതിന് ഒരു തെളിവ്. ഇപ്പൊ ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഒരു ചെറുതായിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. കുറച്ച് കോസ്റ്റും കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ അധികം എപ്പോഴെങ്കിലും അത്യാവശ്യം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇതിന്റെ മിനിയൊക്കെ യൂസ് ചെയ്യാണ് ചെയ്യാറ്. സോ ഇങ്ങനത്തെ സ്വീറ്റ് കപ്പ് കേക്ക് അങ്ങനത്തെ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ പെർഫ്യൂം ട്രൈ ചെയ്യാൻ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത്ര തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂംസിന്റെ ഹോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലും മാറ്റി മാറ്റി എടുക്കും. ചിലപ്പോൾ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് നല്ല സ്വെറ്റി ആയിട്ടുള്ള ഒരു നേച്ചറാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ വിയർക്കും. സോ അങ്ങനെ വരുമ്പോൾ ഞാൻ പെർഫ്യൂംസ് ഒക്കെ കുറച്ചൊക്കെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ബോഡി സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് വാനില വൈബ്സ് ആണ് ഇതുവരെ ഞാൻ കാണിച്ചതില്. പിന്നെ ഇതിനേക്കാളും അഫോർഡബിൾ നോക്കുകയാണെങ്കിൽ ബെല്ലാവിറ്റ ട്രൈ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ആൻഡ് ഓൾസോ ഏതെങ്കിലും റിവ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ബൈ.